ഹായ്, എല്ലാവർക്കും ഹാപ്പി വിഷു. വിഷു ആയതുകൊണ്ട് ഫസ്റ്റ് അടുത്തുള്ള കൃഷ്ണൻ്റെ അമ്പലത്തിലൊന്ന് പോകാം. മെട്രോ കയറി അൽഗുബേവ മെട്രോ സ്റ്റേഷൻ ഇറങ്ങി. ഇനി നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അമ്പലം എത്തിയപ്പോൾ ഓണത്തിന് കണ്ട തിരക്കൊന്നുമില്ല. കാരണം വിഷു ആണെങ്കിലും ഇന്ന് എല്ലാവർക്കും വർക്കിംഗ് ഡേ ആണ്. എന്നാലും ആവശ്യത്തിന് തിരക്കൊക്കെയുണ്ട്. അങ്ങനെ ക്യൂവിൽ നിന്ന് തൊഴുതിറങ്ങി ചന്ദനവും തൊട്ടു. സൽമാൻ്റെ ഓഫീസ് അടുത്ത സ്റ്റോപ്പിലാണ്. വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൻ പുറത്തിറങ്ങി. അതുകൊണ്ട് ചായ കുടിക്കാൻ റെസ്റ്റോറൻറ്റിൽ കയറി. കൂട്ടത്തിൽ മസാല ദോശയും ഉഴുന്നുവടയും പറഞ്ഞു. വിഷു ആയതുകൊണ്ട് ഫുഡും ആ രീതിയിൽ തന്നെ വേണമല്ലോ. അങ്ങനെ അതും കഴിച്ച് സൽമാൻ അവൻ്റെ ഓഫീസിലേക്കും ഞാൻ എൻ്റെ ഓഫീസിലേക്കും പോയി. എൻ്റെ ഓഫീസ് ഇവിടെ നിന്ന് മെട്രോയും ബസ്സും കയറി പോകണം. വിഷു ആയതുകൊണ്ട് ഓഫീസിലെത്താൻ ലേറ്റ് ആവുമെന്ന് ബോസിനോട് പറഞ്ഞിരുന്നു. ഞങ്ങൾ 3 പേരൊഴിച്ച് ബോസ് ഇറാനും ഇറ്റലിയും, ബാക്കി ഫിലിപ്പിനോ, കാനഡ, പിന്നെ പാകിസ്ഥാനും ആയതുകൊണ്ട് എന്താണ് വിഷു എന്ന് ആർക്കും അറിയില്ല. ഓഫീസിൽ ചെന്നിട്ട് എല്ലാവർക്കും വിഷു കൈനീട്ടം കൊടുത്ത് എന്താണ് വിഷുവെന്നും എന്തിനാണ് വിഷു കൈനീട്ടമെന്ന് അവർക്ക് മനസ്സിലാവുന്നത് പോലെ പറഞ്ഞു കൊടുത്തു. എല്ലാവരും സർപ്രൈസും ഹാപ്പിയുമായി. കൂടെ ഞാനും ഡബിൾ ഹാപ്പിയായി. ഇനി അടുത്ത ഉന്നം സദ്യയാണ്. സദ്യ കഴിക്കാൻ ഞാനും പ്രമോദ് ബ്രോയും കൂടി ടാക്സി പിടിച്ച് കരാമയിലെത്തി. കീർത്തി റെസ്റ്റോറൻറ്റിലാണ് വന്നത്. വാഴയിലയിലും ഉപ്പിലും തുടങ്ങി 2 തരം പായസം ഉൾപ്പെടെ 25 വിഭവങ്ങളുള്ള സദ്യയായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, ആസ്വദിച്ചങ്ങ് കഴിച്ചു. കുറച്ച് ഹെവിയായി, പക്ഷെ കുഴപ്പമില്ല. ഇന്നല്ലെങ്കിൽ പിന്നെന്നാ. ഓഫീസിലേക്ക് പായസവും പാഴ്സൽ വാങ്ങിയാണ് ഞങ്ങൾ മടങ്ങിയത്. ഓഫീസിലെത്തി എല്ലാവർക്കും പായസം കൊടുത്തു. കൂട്ടത്തിൽ ഞാനും ഒന്നുകൂടെ കുടിച്ചു. വീട്ടിലാണെങ്കിൽ ഇതേപോലെ സദ്യക്കൊപ്പവും ശേഷവും ഒക്കെ കുടിക്കുന്നതല്ലേ. അങ്ങനെ ഒരു കുറവും വരാതെ അടിപൊളിയായിട്ട് ഈ വിഷുവും കഴിഞ്ഞു. ഞാൻ സൂപ്പർ ഹാപ്പിയാണ്. വിചാരിച്ച പോലെ ഒക്കെ നടന്നു. അപ്പോൾ ശരി, സീ യു ഗൈസ് ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ.